ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ എല്ലാവരോടും അങ്ങനെ വലിയ പ്രതീക്ഷയിലൊന്നും തുടങ്ങിയ ചാനലൊന്നും അല്ല. പക്ഷേ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തുന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ ഉണ്ട് എന്തായാലും. അങ്ങനെ ഒരിക്കലും നിങ്ങളെ മുന്നിൽ ഞാൻ വന്നിരുന്നിട്ട് കരയാനുള്ള ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ ഇരുന്നൊന്ന് സംസാരിച്ചിട്ടല്ലേ. നമ്മൾ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് നാളായി ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. എന്താ പറയണ്ടേ, ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളെ ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സായി കേട്ടോ. അപ്പം ഒരുപാട് നന്ദിയുണ്ട്. 5000 നന്ദി ഞാനിതാ ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു മാറ്റമുണ്ട്. എല്ലാവരും ഇപ്പം നമ്മളെ യൂട്യൂബിൽ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നവരായിരിക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ എല്ലാവരോടും ആദ്യം തന്നെ നന്ദി പറയാമെന്ന്. പിന്നെ എൻ്റെ കണ്ണിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. കണ്ണിനല്ല, ഇവിടെ താഴേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു വീക്കം. രാവിലെ എണീച്ചപ്പോൾ അത് മനസ്സിലാകുന്ന ചെറിയൊരു വേദനയുണ്ട്. എന്താണെന്നറിയില്ല. കിടക്കുമ്പോൾ ചിലപ്പോൾ ഉറുമ്പെങ്ങാനും കടിച്ചതായിരിക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൺമിഷൻ തൊട്ടിട്ടില്ല, വെറുതെ ലിപ്സ്റ്റിക്ക് ഇട്ട് പൊട്ടും തൊട്ട് മുടി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് മതിയാകുന്നില്ല. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. ചാനൽ തുടങ്ങിയ സമയത്തായിക്കോട്ടെ അങ്ങനെ വലിയ പ്രതീക്ഷയിലൊന്നും തുടങ്ങിയ ചാനലൊന്നും അല്ല. പക്ഷേ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തുന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ ഉണ്ട് എന്തായാലും. അങ്ങനെ തുടങ്ങിയ വെച്ചൊരു ചാനലാണ്. പിന്നെ ആദ്യം തന്നെ പുതിയ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇൻ്റർവ്യൂ കണ്ട് വന്നവരായിരിക്കും ഒരുപാട് പേര്. അപ്പം അതിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കരയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ മുന്നിൽ ഞാൻ വന്നിരുന്നിട്ട് കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അപ്പം അങ്ങനെ ഒരു ചാനലല്ല ഇത്. കുറച്ച് കരയുന്നതെല്ലാം കാണാമെന്ന് വിചാരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ചാനൽ പറ്റൂല എന്ന് ഞാൻ പറയാന്ന്. നമ്മളെ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ റിക്രൂട്ടൻ്റെ ഇപ്പോഴത്തെ കറൻ്റ് നമ്മളെ ജീവിതം എങ്ങനെയാണെന്നുള്ളതും പിന്നെ നമ്മളെ കുറച്ച് നല്ലതും മോശവുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് കൂടാണ്ട് നമ്മളെ പാസ്റ്റിൽ എൻ്റെ വീഡിയോയിലധികം ഞാൻ ഇതിനെല്ലാം ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയെല്ലാം കൂടിയിട്ടുള്ളൊരു ചാനലാണ്. പിന്നെ നിതിനേൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ഇപ്പം തുടർന്ന് പോകുന്ന ഒരു ചാനലാണ്. അപ്പം ഇത്രയും കാലം കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഇന്നലത്തെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. അങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷം. പിന്നെ ആ ചാനലിൻ്റെ വീഡിയോൻ്റെ അടിയിൽ നമ്മൾ ശരണേച്ചി, എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ചേച്ചീൻ്റെ പേര് ശരണേച്ചി എന്നാണ്. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് എഴുതി തുടങ്ങിയ ഒരു സമയം മുതൽ ചേച്ചിയായിട്ട് പരിചയമുണ്ട്. ഇങ്ങനെ ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാന്ന് പിന്നെ കുറേ ഇപ്പം ഈ 2 വർഷത്തിനുള്ളിലാണ് ചേച്ചി പിന്നെ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ചാനലിൽ മാത്രം കണ്ട് പരിചയമുള്ള ഒരാളെ നേരിട്ട് കണ്ട് അവരോട് സംസാരിക്കുമ്പം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ചേച്ചി. അപ്പം ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ചേച്ചി കാരണമാണ് നമ്മളൊരു 5000 സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇന്ന് ഈ ഒരു ദിവസം കൊണ്ട് എത്തിയത്. അപ്പോൾ അതിന് ചേച്ചീനോട് ഒരുപാട് നന്ദി പറയുന്നു. ഇനി അത് കൂടാണ്ട് അവരെ പുതിയ ചാനൽ, അപ്പം അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനതിൽ പറഞ്ഞൊരു കാര്യം, എനിക്ക് ജോലി ആയിട്ടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ജോലിയാവാൻ പ്രാർത്ഥിക്കാം, അതുപോലെ നല്ല വാക്കുകൾ കമൻറ്റ് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അതേസമയം എൻ്റെ അതേ അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരുപാട് പേര് ഇപ്പം അതിൽ കമൻസിലൂടെ തന്നെ അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം തളർന്നു പോവാണ്ട് ഇപ്പം നമ്മളൊന്നിച്ച് ഉള്ളവരുമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ദുഃഖിച്ചിരിക്കാനും അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നമ്മളോട് ഈ സഹതപിക്കാൻ വന്നവരടുത്ത് പോയിട്ട് ഇരുന്നിട്ട് കരയാനെല്ലാം എളുപ്പമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ജീവിച്ച് കാണിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ
എന്താ അതിൽ പലരും എന്താ എൻ്റെ അതേ അവസ്ഥയിൽ കൊടുത്തിട്ട് കിടന്നവർക്ക് ആർക്കും ജോലിയൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പം 1600 രൂപ പെൻഷൻ കിട്ടിയാലൊന്നും ഒരാൾക്കും ജീവിക്കാനാവില്ല. ഇപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് രണ്ടാൾക്കും ജോലിയായിട്ട് തന്നെ ഉന്തിത്തള്ളി പോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം ഇതിപ്പോൾ ഞാനല്ലേ ഇനി എവിടെ എത്തുക എന്താ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞില്ല ആ ഒരു ഫ്ലോയിൽ പണ്ടേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നതേ ഉള്ളൂ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടുകാർ തന്നെയാണ്. അത് അച്ഛൻ അമ്മ പെങ്ങൾ മാത്രമല്ല, അവിടെ ആൻറ്റിമാരുണ്ട്, ആപ്പന്മാരുണ്ട്, മേമയുണ്ട്, അങ്ങനെ എന്താ പറയുക ഒരുപാട് പേര് ആ ഫാമിലിയിലുള്ളവർ എന്നിപ്പം ഹെൽപ്പ് ചെയ്യുന്നവരാണ്, സാമ്പത്തികമായിട്ടും അല്ലാണ്ടും എല്ലാം നമ്മളെ ഹാപ്പി ആക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പം ഈ ഒരു 2 വർഷത്തോളമായിക്കോട്ടെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ്. പിന്നെ ഈ അടുത്ത് തന്നെ ഞാനും അച്ഛനും റിക്കോർഡും കൂടിയിട്ട് നമ്മൾ ശ്രീകണ്ഠപുരത്ത് എന്നെ എന്തോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതായിരുന്നു. അപ്പം അങ്ങനെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇങ്ങനെ ലോട്ടറി കച്ചവടമാണ് സംഭവം. പക്ഷേ കയ്യിലുള്ള 2 ലോട്ടറിയും 200-300 രൂപ അങ്ങനെ റിക്കുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിന്. അപ്പം അത്ര പോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊരു പെട്ടീൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാട്ടുള്ളത്, അതുകൊണ്ടാണ് ഒരു ഈലും കിട്ടാത്തത്. പിന്നെ ചുമരിൽ ഇതുപോലെ നിഴലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ അത്ര വലുതായൊരു യൂട്യൂബറൊന്നും അല്ലാത്തതുകൊണ്ട് കസേരൻ്റെ മുകളിലാണ് ഫോൺ ചാരി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഞാനിത് പറയാൻ കാരണം ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അവർ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. പിന്നെ എനിക്കൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, എൻ്റെ ഇപ്പോഴത്തെ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഞാനൊരു ഡ്രസ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. ഡ്രസ്സുകൾ മാത്രമല്ല, അത് പിന്നെ ഞാൻ ആദ്യം ഇപ്പോൾ ഇതിനെല്ലാം പോയ ശേഷം എൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് മാഗ്നസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തതായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. നമ്മളെ സ്ലിം ടീ, വൈറ്റ് ടീ, പിന്നെ അതുപോലെ തന്നെ ഈ PCODൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ യൂട്രി കെയർ, പിന്നെ സോപ്പ്, പേസ്റ്റ്, സോപ്പ് തന്നെ ഒരുപാട് തരത്തിലുണ്ട്. നമ്മളെ ടർമറിക് സോപ്പ് ഉണ്ട്, ബ്ലാക്ക് ക്യുമിൻ സോപ്പ് ഉണ്ട്, മുഖത്തുള്ള കലകളും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള, പിന്നെ ഗോട്ട് മിൽക്ക് സോപ്പ്, അങ്ങനെ പലതരം പ്രൊഡക്റ്റുകൾ അതിലുണ്ട്. അപ്പം അത് ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മുന്നേ എൻ്റെ ഇതിന്ന് എനിക്ക് ഓർഡർ തരുന്നവർ തന്നെ ഇപ്പം എനിക്ക് ഒരുപാട് ഓർഡറുകൾ തരുന്നുണ്ട്. അപ്പോൾ സ്ലിം ടീയിൽ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അവസരം മുതലെടുക്കുക എന്ന് വിചാരിക്കരുത്. ജീവിതാവസ്ഥ അതുപോലെ ആയതുകൊണ്ടാണ്. പിന്നെ പ്രൊഡക്റ്റെല്ലാം നല്ലത് തന്നെയാണ്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല നല്ല റിസൾട്ട് പറഞ്ഞ പ്രൊഡക്റ്റുകളാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തുണിക്കച്ചവടം, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിന്നാണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ബ്ലൂ റോസ് ടാറ്റു സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ടാറ്റു സ്റ്റുഡിയോ നാട്ടിൽ ചെയ്യാൻ ഒരു പ്ലാനിൽ ഇട്ടതായിരുന്നു. അപ്പോൾ അത് നടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരിൽ ഒരു ബിസിനസ് ഞാനിപ്പോൾ ഒരു തുണീൻ്റെത് തുടങ്ങുമ്പം എന്തായാലും ആ ഒരു പേര് തന്നെ ഇട്ട് തുടങ്ങാമെന്നുള്ള കരുതിയിട്ടാണ് ബ്ലൂ റോസ് കളക്ഷൻസ് എന്നുള്ള പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പേജ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ID പൂജാനിധി എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൂ റോസ് കളക്ഷൻസ് എന്നുള്ള ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതിൽ ഞാൻ നമ്മളെ പുതിയ സ്റ്റോക്ക് വരുന്നതും അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം പറ്റുന്നവർ ഇൻസ്റ്റയുള്ളവരൊക്കെ എന്തായാലും ഫോളോ ചെയ്യുക, ഓർഡറുകൾ തരിക. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മളെ കോട്ടൺ ബാട്ടിക് പ്രിൻ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയൽസാണ്. ഏകദേശം എനിക്കൊന്ന് ഒരുപാട് സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം കുറേ കളക്ഷനൊന്നും ആരും പ്രതീക്ഷിക്കരുത്. കാരണം എൻ്റെ കയ്യിലുള്ള ചുരുങ്ങിയ പൈസ കൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ കളക്ഷൻ എടുക്കുന്നു. അത് പിന്നെ സെയിം പൈസ എൻ്റെ കയ്യിൽ വരുമ്പം അത് അമ്മ അടുക്കളയിൽ പണിയെടുക്കുന്നതാണ്. അപ്പം അത് തിരിച്ച് പിന്നെ ആ പൈസ തന്നെ ഇട്ടിട്ട് പിന്നെയും കളക്ഷൻ എടുക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുന്നതാണ്. അപ്പം ചിലതെല്ലാം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കാം. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ബാട്ടിക് പ്രിൻ്റ് വരുന്നത് വെറും 2 പീസ് മാത്രമാണ്. ഇന്നലത്തെ ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം കുറച്ച് ഓർഡറുകൾ നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓർഡർ തന്നവർക്കും ഇനി തരാൻ പോകുന്നവർക്കും പിന്നെ ഇപ്പം ഈ കൂടെ നിൽക്കുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മളെ കയ്യിലുള്ള ചുരിദാർ മെറ്റീരിയൽ കാണിച്ചു തരാം. കോട്ടണിൽ ബാട്ടിക് പ്രിൻ്റ് വരുന്ന, ഇനിയിപ്പം ഇത് 2 പീസ് മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ. ഈ ഒരു കളറാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവർ കണ്ടു നോക്കുക. എന്നിട്ട് ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച നമ്പറില്ലേ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.
എന്താ ഇങ്ങനെ നിർത്തി നിർത്തി പറയുന്നതെന്ന് വിചാരിക്കരുത്, ശ്വാസം മുട്ടലായിരുന്നു. അപ്പോൾ ഇപ്പം മാറി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്ത വന്നിട്ട് ഈ ഒരു കളറാണ്, ഈ ഒരു പച്ചയും പിന്നെ ഒരു മുന്തിരി കളർ പോലത്തെ അങ്ങനെ. അടുത്ത വന്നിട്ട് ഒരു നല്ലൊരു ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ലാർജ് പീസ് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി സോൾഡ് ഔട്ടായി പോയതാണ്. ഇനി ഈ ഒരു ലാർജ് പീസ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പം ഇതാണ് ബ്രൗൺ കളറാണ് തുണി വരുന്നത്. ഫ്രണ്ടിലും കഴുത്തിൻ്റെ അവിടെയും കൈക്കും ഒരു ലേസ് വെള്ള വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറകിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടുണ്ട്. പിന്നെ ഇതുപോലെ നല്ല ഫ്ലെയറുമാണ് കേട്ടോ. ഇതിന് ലൈനിങ് വരുന്നില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. പിന്നെ അടുത്ത വന്നിട്ട് നമ്മളെ കുഞ്ഞിമക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഇത് ഓണം വിഷു എല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ പിന്നെ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഫ്രണ്ടിൽ ത്രെഡ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കൈ കോട്ടൺ അല്ല, പിന്നെ പക്ഷേ കുത്തുന്ന തുണിയല്ല കേട്ടോ. പിന്നെ ഇതാ പുറകിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കെട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതുപോലെ ബട്ടണും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓണം വിഷു കളക്ഷൻ തന്നെയാണ്. ഇതുപോലത്തെ ഫ്രോക്കാണ് കേട്ടോ. രണ്ട് പീസ് മാത്രമേ ബാക്കിയുള്ളൂ കുഞ്ഞിമക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതാ ഇതുപോലെ വരും. ഫ്രണ്ടിൽ കുഞ്ഞി പൂവെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലീവ്ലെസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറകിൽ സിബ്ബാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ നടുക്ക് ചിലപ്പം ഈ നമ്മളെ അടുത്ത വീട്ടിൽ പണിയെടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കും കേട്ടോ. അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. വെറുതെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ കേട്ടാൽ മതി. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. അടുത്തത് 2 ഫ്രോക്കാണ്. അപ്പോൾ ഒന്ന് ഞാൻ നിവർത്തി കാണിച്ചു തരാം. എല്ലാം മീഡിയം ടു ഡബിൾ ഉണ്ടായതാണ്. ഇതിപ്പോൾ ഇനി ഓരോരോ പീസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം വേണ്ടവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഏത് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇതാണ് ഫ്രോക്ക് വന്നിട്ട്. ഫ്രണ്ടിൽ കുഞ്ഞി ബീഡ്സ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പഫ് കൈയാണ് വന്നിട്ടുള്ളത്. പിന്നെ പുറകിലേക്ക് സ്ലീവ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ നമുക്ക് ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം പൂവിൻ്റെ കളർ ഓറഞ്ച്, മറ്റേതൊരു മഞ്ഞ. അപ്പം അങ്ങനെ 2 ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളതെന്നേ ഉള്ളൂ. ഓരോരോ പീസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പം അടുത്തത് ഇതുപോലെ ഒരു മഞ്ഞപ്പൂവാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പുറകിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കട്ടെല്ലാം ഉണ്ട്. പിന്നെ ഇതുപോലെ ഫ്ലെയർ ആയിട്ട് വരും. ഇനി നമുക്ക് നമ്മളെ അടുത്ത നോക്കാം. അടുത്ത വന്നിട്ട് നമ്മളെ കുട്ടികൾക്ക് വീട്ടിൽ നിന്നെല്ലാം ഇടാൻ പറ്റിയൊരു നൈറ്റ് ഡ്രസ്സാണ്. ഇത് കോട്ടൺ അല്ല, ബനിയൻ ടൈപ്പാണ്. ഇതുപോലെ വരും. ഇത് 20 സൈസ് കേട്ടോ. ഇതുപോലെയാണ് വരിക. റെഡ് കളറാണ്, ഒരു മെറൂൺ കളർ കേട്ടോ. ഇനി നമുക്ക് നമ്മളെ അടുത്ത ടോപ്പ് നോക്കാം. ഇതും കുറേ കളർ ഉണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് 2 പീസേ ബാക്കിയുള്ളൂ. റേറ്റെല്ലാം കുറവേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു ചുരിദാർ. ഇത് മെറ്റീരിയൽ അല്ല, ചുരിദാറിൻ്റെ സെറ്റാണ്. അപ്പം ഞാനൊരു 10 പീസ് എടുത്തതിൽ ഈ ഒറ്റൊരു പീസ് മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത്. XXL ആണ് സൈസ് കേട്ടോ. XXLകാർക്കും അത്യാവശ്യം ചുരുക്കിയിട്ടിടാൻ പറ്റുമായിരിക്കും. XXL ആണ് സൈസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ കളർ കേട്ടോ. ഇടയ്ക്ക് മങ്ങിയിട്ടും ഫോണിൽ കാണുന്നുണ്ട്. അപ്പോൾ സ്ലീവ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ സിബ്ബോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. സൈഡ് ഓപ്പൺ ആണ് ടോപ്പ്. നമുക്ക് ലൈനിങ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം വരെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് ഇതാണ്. കോട്ടൺ ആയതുകൊണ്ട് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതാണ് പാൻറ്റ്. ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ അല്ല, ചുരിദാർ സെറ്റ് XXL കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഹുഡീസാണ്. ഇത് ബോയ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ വരും. ഒന്ന് പിങ്കും ഒന്ന് നീലയും, അങ്ങനെ 2 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വരും. ഇതുപോലെ ഹുഡിയെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. അതിൻ്റെ തന്നെ ഒരു നീല കളറും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത വന്നിട്ട് ഒരു ഫീഡിങ് ടോപ്പാണ് കേട്ടോ. നല്ല കോട്ടണിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ 2-3 ആൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഈ ഒറ്റൊരു പീസ് മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത് കേട്ടോ. അജ്രക് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. കൈയൊക്കെ ഇതുപോലെ വരും. പിന്നെ സിബ്ബ് വന്നിട്ട് നടുക്ക് ബട്ടൺസ് ജസ്റ്റ് വെറുതെ കൊടുത്തതാണ്, ഓപ്പൺ അല്ല. 2 സൈഡിലായിട്ടാണ് സിബ്ബ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് XL ആണ് സൈസ്. അപ്പം വേണ്ടവരെന്തായാലും ഓർഡർ ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത വന്നിട്ട് 4XLകാർക്കുള്ള
പ്ലസ് സൈസുകാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോപ്പുകളാണ്. ചെറിയ റേറ്റേ വരുന്നുള്ളൂ. ഇത് ലൈനിങ്ങോടുകൂടി വരുന്നതല്ല, പക്ഷേ ഇടാൻ നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഇതിൻ്റെ 3 കളറാണ് ഇനിയിപ്പം ബാക്കിയുള്ളത്. ഒന്ന് വന്നിട്ട് ഈ ഒരു നീലയാണ്. അപ്പം നീല ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഒരു സമയത്ത് എല്ലാവരും പ്ലസ് സൈസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ എടുത്തതായിരുന്നു. പക്ഷേ എടുത്തിട്ട് നോക്കുമ്പോൾ ആയിരിക്കും വേണ്ട, അങ്ങനെ അവിടെ വെച്ച് പോയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ചുരുക്കിയിട്ടെല്ലാം അടിക്കാനും പറ്റുന്നവരുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മളെ ടോപ്പ് വന്നിട്ട്. ഇതുപോലെ കുഞ്ഞി അത് വർക്ക് കൊടുത്തിട്ടുള്ളത് മൊത്തം ഗോൾഡൻ കളറാണ്. എൻ്റെ ഫോണിൽ വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത് കേട്ടോ. വേറെ സൈഡ് ഓപ്പൺ അല്ല. പിന്നെ പുറകിലേക്കുള്ളൊരു കെട്ടുമുണ്ട്. പിന്നെ ഇതുപോലത്തെ 2 കളറാണ് ഉള്ളത്. ടോട്ടൽ 3 കളർ കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല വൈറ്റ് കളർ തന്നെയാണ്, ക്രീം കളറൊന്നുമല്ല, വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ വന്നിട്ട് ഇതില്ല, എന്താ ലൈനിങ് ഇല്ല. ഇതുപോലെ വൈറ്റ് കൈക്കും നമ്മൾ എന്താ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് ഇതുപോലെ ഒന്ന് വരിക. താഴെ കാണുന്ന ആ ഡോട്ടൊന്നും അത് ത്രെഡ് വർക്കല്ല, അത് പ്രിൻ്റാണ് കേട്ടോ. അടുത്ത വന്നിട്ടാണ് ഞാൻ ക്രിസ്മസ് കളക്ഷനിൽ എടുത്ത കുറച്ച് ടോപ്പായിരുന്നു കേട്ടോ. അത് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇത്രയാണ്. ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ, എല്ലാം പോയി. ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. 2-3 പീസ് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം ഒന്ന് വന്നിട്ട് ഇതാണ്. ഇതിൻ്റെ കോട്ട് വന്നിട്ട് ഇതിന് അറ്റാച്ച്ഡ് ആണ്, നമുക്ക് അയച്ചെടുക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ കെട്ടുണ്ട്, കെട്ട് അയക്കാൻ പറ്റും. ഞാനിപ്പം തൽക്കാലം അയച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലെയാണ് കഴുത്തൊക്കെ വരുന്നത്. പിന്നെ അടുത്ത വന്നിട്ട് അതിൻ്റെ തന്നെ സെയിം കളറ് കോട്ട് വന്നിട്ട് റെഡും മറ്റേത് വൈറ്റും, അങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. നല്ല റെഡ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ കാണുന്ന തിളങ്ങുന്ന സംഭവമില്ലേ, അതിനെന്താ പറയുക ശരിക്കറിയില്ല കേട്ടോ. പിന്നെ സൈഡ് ഓപ്പൺ അല്ല, ഇതുപോലെ തന്നെ വരിക. സ്ലീവ്ലെസ് ആണ്, കൈയില്ല. പ്ലസ് നമുക്കിതിൻ്റെ ഒന്നിച്ചിട്ട് അറ്റാച്ച്ഡ് അല്ലാത്തൊരു കോട്ടുണ്ട്. അപ്പം വേറെ ഡ്രസ്സിൻ്റെ വെച്ചാൽ നിങ്ങൾക്ക് ഈ വൈറ്റ് കോട്ട് പെയർ ചെയ്യാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ നമ്മളെ കളക്ഷൻസ് എന്ന് പറയുന്നത്. കണ്ണിത വീർത്ത് വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടിന് പറഞ്ഞാൽ തീരാത്തത്ര നന്ദി പറയുന്നുണ്ട്. അപ്പം വീഡിയോസ് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്കല്ല വേറെ ആർക്കെങ്കിലാണ് നമ്മളെ തുണി ആവശ്യമുണ്ടെങ്കിലോ, അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.